സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. നമ്മൾ ആരുടെയും കഴിവുകൊണ്ടല്ല നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ദിവസം ദൈവത്തോട് ചേർന്ന് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുവാനും അതിശയം ഭയങ്കരമായി നമ്മെ സൃഷ്ടിച്ച് നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടപ്പാൻ ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്ന് പറയുന്നത് ആരും നശിച്ചു പോകരുത്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ദൈവം സ്വർഗത്തിലെ എല്ലാ മഹിമകളെയും വെടിഞ്ഞ് മനുഷ്യനെ തേടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്തെ മനുഷ്യൻ തമ്മിൽ അകറ്റിയിരുന്നത് പാപമായിരുന്നു. എന്നാൽ ആ പാപത്തെ ദൈവം തന്നെ നീക്കിക്കളഞ്ഞിട്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിലനിൽക്കുന്ന നിത്യജീവനെ അവരുടെ ഉള്ളത്തിലേക്ക് നൽകിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ആ ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നില്ല. മറിച്ച് ആ ദൈവത്തോട് ചേർന്ന് ഈ ജീവിതയാത്ര മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഈ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞ്, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ ബലമുള്ള കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ നമ്മെ ഓരോ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും ബലപ്പെടുത്തും. പലപ്പോഴും നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കും. നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മെ ബലപ്പെടുത്തും. ദൈവമുഖത്തേക്ക് നോക്കി നടപ്പാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നൊക്കെ ദൈവം നമ്മുടെ മേൽ പകരുന്ന കൃപയാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടപ്പാൻ, ദൈവമഹത്വം ദർശിപ്പാൻ, നമ്മുടെ ഭാരങ്ങളൊക്കെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവമായിട്ടുള്ള സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ എങ്ങനെ പറയുന്നത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ നമുക്കറിയാം, ഈ ഭൂമിയിൽ ജനിച്ചു വളരുന്ന എല്ലാ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം അവരിലൊക്കെ പാപത്തിൻ്റെ പ്രമാണമുണ്ട്. എന്നാൽ ഈ ജീവിതയാത്രയിൽ ഒരു ജീവനുള്ള ദൈവത്തെ അറിയുവാനായിട്ട് ദൈവം നമുക്ക് വലിയ ഭാഗ്യം നൽകുകയാണ് ചെയ്തത്. നമ്മളായിരുന്ന വ്യർത്ഥമായ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ജീവനുള്ള ദൈവത്തെ അഥവാ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടി പാപവഴികളെ വിട്ടുതിരിഞ്ഞ് നിലനിൽക്കുന്ന നിത്യതയിലാക്കി ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം നൽകിയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ശിഷ്ടജീവിതം അഥവാ പ്രവാസകാലം ദൈവഭയത്തിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയണ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. അപ്പോൾ ഇവിടെ വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രൂപാന്തരപ്പെടാത്ത മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന പലവിധമായിട്ടുള്ള പ്രമാണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്ന ഇതാണ്: സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. അപ്പോൾ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ, ദൈവവചനത്തെ അനുസരിച്ച് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിന് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കാരണം നാം നമ്മെ കൊണ്ട് നമ്മെ തന്നെ അളന്നാൽ, അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അളന്നാൽ നിങ്ങൾക്കൊരു കുറവുള്ളതായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക്, ദൈവമുഖത്തേക്ക് നോക്കുന്ന, ദൈവവചനത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകൾ എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. നമ്മളിലുള്ള കുറവുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കണ്ണാടി എന്ന പോലെ ദൈവവചനത്തിൽ കൂടി വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ നീക്കിക്കളയുവാൻ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദിവസവും ദൈവിക ജീവനിലേക്കാണ് നടത്തുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകാനും നിത്യജീവൻ നൽകാനാണ് വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയിൽ ജീവന്റെ സമൃദ്ധി ഉണ്ടാകുന്നത് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നടക്കുകയും അവനിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകളെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സകല ദുഷ്ടതയും, ശകലം ദുഷ്ടത എന്നല്ല പറഞ്ഞത്, എല്ലാവരിലും മറഞ്ഞു കിടക്കുന്ന
ഒന്നാണ് ദുഷ്ടത എന്ന് പറയുന്നത്. ദൈവവചനം പറയുന്നത് ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് വരുന്നു. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് നമ്മളിൽ ഇപ്പോഴും രൂപാന്തരപ്പെടാത്ത ദേഹിയിൽ മറഞ്ഞു കിടക്കുന്ന ദുഷ്ടതയെ ദൈവ വചനം വെളിപ്പെടുത്തി തരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുമ്പോൾ, അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ അത് നമ്മളെ വിട്ടുമാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്ന സകല ദുഷ്ടതയും തുറന്നു പറയാം, എല്ലാ ചതിവും ഇതും മനുഷ്യരിൽ മറഞ്ഞു കിടക്കുന്ന സ്വഭാവ വൈകല്യമാണ് ചതിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളെ കാണിച്ചു തരുമ്പോൾ അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ സ്വഭാവങ്ങളും വിട്ടുമാറിപ്പോവുകയാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. അങ്ങനെയെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിലുള്ള എല്ലാ സ്വഭാവ വൈകല്യങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് നീക്കിക്കളയാണ് ചെയ്യുന്നത്. അവിടെ ദൈവവചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, കണ്ടാലും ഞാൻ സകലതും പുതുതാക്കുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് സകലതും പുതുതാക്കിയാണ് ചെയ്യുന്നത്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്തെടുക്കുന്ന പ്രവൃത്തിയാണ്. ആൾ മാറിയവനെ പോലെ മാറ്റിയെടുക്കുന്ന ആ ദൈവപ്രവൃത്തി നമ്മളിലെല്ലാം ദൈവം ആരംഭിച്ചിരിക്കുന്നു. അതിന് ഓരോ ദിവസവും ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകൾ എന്താണെന്ന് ദൈവം കാണിച്ചതെന്ന് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അതെല്ലാം നമ്മൾ നീങ്ങിപ്പോകുവാനും നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി പുത്രനായ യേശുവിൻ്റെ അതേ സ്വരൂപത്തോട് നാം അനുരൂപമായി തീരും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നത് പാപപരിഹാരത്തിന് വേണ്ടിയാണെങ്കിൽ ഇനി യേശു വരുന്നത് തന്നിൽ വിശ്വസിച്ച് വിശുദ്ധിയിലും വേർപാട്ടിലും ജീവിക്കുന്ന ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി പുത്രൻ്റെ തനി സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അനുസരണം ഒരു വ്യക്തിയിൽ ഓരോ ദിവസവും നിറവേറപ്പെടുമ്പോഴാണ് ആ പുത്രൻ്റെ സ്വരൂപം അവനിൽ നിറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, എല്ലാ ചതിവും, അടുത്തത് വ്യാജഭാവമാണ്. ദൈവവചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ വായി പ്രസ്താവിക്കുന്നത്. മനുഷ്യനെ പറ്റിക്കുവാനൊക്കെ നമുക്ക് സാധിക്കും, എന്നാൽ ദൈവം നമ്മളുടെ ഹൃദയത്തെയും അന്തരിന്ദ്രിയത്തെയും ശോധന ചെയ്യുന്നു, ഉൾപ്പുകളെ ശോധന ചെയ്യുന്നു. അവൻ ദൂരത്ത് നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്നു. അവൻ്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമാണെന്ന് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യാജഭാവത്തിൻ്റെ മുഖമുള്ള വ്യക്തികളായിട്ടല്ല, മറിച്ച് വ്യാജമില്ലാത്ത അകവും പുറവും വിശുദ്ധീകരിക്കപ്പെട്ട ട്രാൻസ്പെറൻ്റ് ആയ വ്യക്തിത്വങ്ങളായിട്ട് നാം തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന എല്ലാ വ്യാജഭാവവും. അടുത്തത് അസൂയ. നമുക്കറിയാം, ആദത്തിനും ഹവ്വയ്ക്കും ജനിച്ച മക്കളിൽ അവരിൽ കായീനും ഹാബേലിലും അവർ ദൈവത്തിന് യാഗമർപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടു. കായീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അവർ അവിടെ തന്നെ ദൈവം ഹാബേലിൽ പ്രസാദിച്ചപ്പോൾ കായീന് ഹാബേലിനോട് അസൂയയുണ്ടായി, അവന് പകയുണ്ടായി. അവിടെ ആദ്യത്തെ കൊലപാതകം നടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും മറഞ്ഞു കിടക്കുന്ന ഒന്നാണ്. എന്നാൽ വെളിച്ചമാകുന്ന, ജീവനാകുന്ന, സ്നേഹമാകുന്ന ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മൾ ഈ മറഞ്ഞു കിടക്കുന്ന എല്ലാ പാപപ്രമാണങ്ങളെയും അസൂയയും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നീക്കിക്കളയാണ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പോൾ എല്ലാ ഇരുട്ടിൻ്റെ പ്രമാണങ്ങളെയും നീക്കിക്കളയുന്ന ദൈവപ്രവൃത്തിയെ നമ്മളിൽ എല്ലാവരിലും ദൈവം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, എല്ലാ അസൂയയും, അടുത്തത് എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. അപ്പോൾ നമ്മളിലെല്ലാം മറഞ്ഞു കിടക്കുന്ന ഒന്നാണ് നുണ, വ്യാജം, കളവ്, ചതിവ്, വഞ്ചന. അപ്പോൾ എല്ലാ നുണയും നീക്കിക്കളയാനുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ദൈവവചനം പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, നിന്റെ വചനം സത്യമാകുന്നു. അതുകൊണ്ട് എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, നുണ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം പറയുന്നു, അവൻ ബോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണ്. പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മളിൽ നുണയുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്നും വെളിപ്പെട്ടു വരുന്നത് നമ്മളെ നിയന്ത്രിക്കുന്ന പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്നാണ്. അതുകൊണ്ട് നുണ പറയുന്ന വ്യക്തികളായിട്ടല്ല, സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്ന വ്യക്തിയായിട്ട് ദൈവവചനം നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, നിന്റെ വചനം സത്യമാകുന്നു. അതുകൊണ്ട് സത്യവചനത്തിൽ, വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നടക്കുന്ന വ്യക്തിത്വങ്ങളായി തീർന്ന് നുണയെല്ലാം നീക്കിക്കളഞ്ഞ്, ഇവിടെ പറയണ എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷയിൽ വളരണമെങ്കിൽ
വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നടക്കുമ്പോഴാണ് അവനിൽ ഉരുവായ കെടാത്ത് നിലനിൽക്കുന്ന ദൈവവചനത്താൽ ഉരുവായ ദൈവമനുഷ്യൻ വളർന്നു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഓരോ ദിവസവും വളർച്ച ഉണ്ടാകുവാൻ യേശുവിനെ കുറിച്ച് പറയുന്നത് പോലെ പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ മുതിർന്ന് ദൈവത്തിന് മനുഷ്യർക്കും പ്രസാദമുള്ളവനായി തീർന്ന ആ പുത്രനായ യേശുവിനെ പോലെ നാം ഓരോരുത്തരും ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. കർത്താവ് സ്വർഗ്ഗീയ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഞങ്ങൾ മറഞ്ഞു കിടക്കുന്ന എല്ലാ പാപപ്രമാണങ്ങളും നീക്കിക്കളഞ്ഞ് ഞങ്ങളെ പുത്രനായ യേശുവിനെ പോലെ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ ഇത്ര വലിയ സ്നേഹത്തിനും ദൈവപ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ആളുമാറിയവനെ പോലെ ഞങ്ങളെ മാറ്റിയെടുക്കുന്ന ദൈവപ്രവൃത്തി ഞങ്ങളിൽ കർത്താവെ അങ്ങ് ആരംഭിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അത് ഓരോ ദിവസവും അത് ഞങ്ങളിൽ നിവർത്തിക്കുകയും ഞങ്ങളെ പുത്രനായ യേശുവിനെ പോലെ പുത്രൻ്റെ സ്വരൂപത്തോട് ഞങ്ങളെ അനുരൂപമാക്കി കർത്താവിൻ്റെ വരവിങ്കൽ കരയും ചുളുക്കും മാലിന്യം വാട്ടമൊന്നുമില്ലാത്ത മണവാട്ടിയായി ആ തേജസ്സിലേക്ക് എടുക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരും അങ്ങ് സഹായിക്കണം. എല്ലാ മലിനതകളെയും നീക്കിക്കളഞ്ഞ് ദൈവവചനത്തിന് അനുസരണത്തിലൂടെ ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണം. കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ബന്ധം, മക്കളോടുള്ള ബന്ധം, അമ്മയപ്പന്മാരോടുള്ള ബന്ധം, സഹോദര ബന്ധം, എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണമേ. എല്ലാ മക്കളെയും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ ഭാരങ്ങളും ആഗ്രഹങ്ങളും ഉത്കണ്ഠകളൊക്കെ നീക്കിക്കളഞ്ഞ് സമാധാനത്തിലും സ്വസ്ഥതയിലും സന്തോഷത്തിലും ജീവിപ്പാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും അഭിഷേകം ചെയ്യണം. ദൈവികമായിട്ടുള്ള സന്തോഷം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.